ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22, 23 വാക്യങ്ങൾ വായിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് ആർക്കും ഗ്രഹിച്ചുകൂടാൻ പറ്റാത്തതാണ്. ദൈവിക ജ്ഞാനമെന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ബുദ്ധിക്കോ വിവേകത്തിനോ പരിജ്ഞാനത്തിനോ ഒക്കെ അപ്പുറമാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവിക ജ്ഞാനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അതുകൊണ്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ അനേക ഇടങ്ങളിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്നും നമ്മൾ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണമെന്നുള്ള ഒക്കെ പറയുന്നതിൻ്റെ ദൈവിക ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനല്ലാതെ ഈ ലേഖനങ്ങളെക്കുറിച്ചോ ദൈവവചനത്തിനെക്കുറിച്ചോ പൊരുളുകളെ തിരിച്ച് നമ്മൾ എസ്രാശാസ്ത്രിയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ പൊരുള് തിരിച്ച് വ്യക്തമായി മനസ്സിലാക്കി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അല്ലേ, അത് തിരുവചനം ഏതുമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്നത്, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവിധം ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം, അല്ലെങ്കിൽ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്തു വരുന്നത് പോലെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ഞാൻ ഇതിന് പറഞ്ഞതിന് മുന്നോടിയായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായം 33 മുതൽ 36 വരെ. ഇതിനോടനുബന്ധിച്ച് ഒരു വചനമാണ്. റോമാലേഖനം 11-ന്റെ 33 മുതൽ 36 വരെ. എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അല്ലേ, വെളിപ്പാട് പ്രാപിച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തെളിയിച്ചു കിട്ടിയ അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഇതുപോലെ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാവുന്നു. ഞാനിതൊന്ന് അപ്പോസ്തലന്റെ ജീവിതത്തെ തന്നെ തൊട്ടൊന്ന് പറഞ്ഞു പൊക്കൊള്ളട്ടെ. ദമാസ്കസിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ സഭയെ മുടിച്ചു കളയുവാനായിട്ടാണ്. നമ്മൾ മറന്നുപോകല്, സഭയെയും ക്രിസ്തീയ സമൂഹത്തെ മുടിച്ചു കളയുവാൻ ഭവനങ്ങളിൽ കടന്നു ചെന്ന് അവരെ അധികാരത്തോടെ വലിച്ചിഴച്ച് അവരെ നശിപ്പിക്കുവാനും കൊല്ലുവാനും അധികാരപത്രം വാങ്ങിയവനാണ് പൗലോസ് അപ്പോസ്തലൻ. യഹൂദ്യ സഭയ്ക്ക് വേണ്ടി, യഹൂദന്മാരുടെ സഭയ്ക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി അധികാരപത്രം വാങ്ങി മടങ്ങി വരുന്ന ഒരു മനുഷ്യൻ ദൈവിക വെളിപ്പാടും ദൈവിക സന്ദർശനവും പ്രാപിച്ചുവെങ്കിൽ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഫിലിപ്പിയ ലേഖനമൊക്കെ വായിക്കുമ്പോൾ, എനിക്ക് പ്രശംസിക്കുവാനാണെങ്കിൽ, മനുഷ്യന്റെ പ്രകാരം പ്രശംസിക്കുവാനാണെങ്കിൽ എനിക്ക് അധികമായിട്ടുണ്ട്. ആരെക്കാളും ഞാൻ കേമനാണ്. ഞാൻ ബെന്യാമീൻ ഗോത്രത്തിൽ പിറന്നവനാണ്. ഗമാലിയേലിന്റെ പാഠശാലയിൽ പഠിച്ചവനാണ്. എനിക്ക് പ്രശംസിക്കുവാൻ അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്ദർശനം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ക്രിസ്തുവേശുവിന്റെ സുവിശേഷത്തിനായിട്ട് സർവശക്തനായ ദൈവം പൗലോസ് അപ്പോസ്തലനെ തിരഞ്ഞെടുത്ത് വേർതിരിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, ദൈവമേ, നിന്റെ ജ്ഞാനം എത്ര വിലയേറിയത്,
ഇത് ഞാൻ പറയുന്നത്, ഞാൻ മുന്നമേ പറഞ്ഞല്ലോ, ഇത് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവവചനത്തിന്റെ വെളിച്ചത്തിലല്ല. ഇവിടെ പറയുന്നത് ദൈവവചനത്തിന്റെയും ദൈവത്തിന്റെയും ജ്ഞാനത്തെക്കുറിച്ചാണ്. പക്ഷെ അപ്പോസ്തലൻ ഇതുപോലെ നിഷ്ഠൂരനായിരുന്ന ഒരു മനുഷ്യനെ ദൈവം തന്റെ ആടുകളെ മേയ്ക്കുവാൻ തക്കവിധം ഒരു ശ്രേഷ്ഠനായ ഇടയനായി മാറ്റിയെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ദൈവിക പദ്ധതിയാണ്, അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സുവിശേഷം നശിച്ചു പോകുന്നവർക്കാണ് ഭോക്ഷത്വമായി മാറുന്നത്, നമുക്കോ ജീവിക്കുന്ന നമുക്ക് ദൈവശക്തിയാകുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവേ, എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച നിന്റെ ജ്ഞാനമുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച നിന്റെ വഴികളുണ്ടല്ലോ, അതെത്ര വിലയേറിയത്, അതെത്ര വലിയത്. അല്ലെ, നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, മൂഢൻ അത് തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്, മൃതപ്രായൻ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നു, ദൈവമില്ല എന്നവൻ ഹൃദയത്തിൽ ഭോഷ്ക് പറയുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലൻ ഇവിടെ വിളിച്ചു പറയുകയാണ്, കർത്താവേ, എന്നെ കാണുവാനും എന്നെ തെരഞ്ഞെടുക്കുവാനും, ഈ നാശയോഗ്യനായ എന്നെ തെരഞ്ഞെടുക്കുവാനും തക്കവിധം, കർത്താവേ, നിന്റെ ജ്ഞാനം, നിന്റെ വഴികൾ അപ്രമേയമാണ്, അത് എൻ്റെ ജീവിതം തന്നെ ഒരു എക്സാമ്പിൾ ആണല്ലോ എന്ന് അപ്പോസ്തലൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, ഈ ജ്ഞാനത്തെയും ഈ അറിവിനെയും ഈ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിന്റെ ധനത്തെയും കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനെയും അപ്പോസ്തലന് നൽകുകയാണ് സർവശക്തനായ ദൈവം ചെയ്തത്. അപ്പൊ ഞാനിത് എന്തുകൊണ്ട് ഇത് മുന്നമേ പറഞ്ഞെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സർവശക്തനായ ദൈവം തെളിച്ച് നൽകിയിരിക്കുന്ന ആ ആത്മാവിന്റെ ദീപം എന്ന് പറയുന്നത് അതാ. ആത്മാവിന്റെ ദീപം നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനാൽ കത്തിച്ചിരിക്കുന്ന ഈ ദീപം എന്ന് പറയുന്നത്, അത് തുടർമാനമായി കത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കണം. അതിലേക്ക് നാം എണ്ണയൊഴിച്ചു കൊടുക്കുവാൻ തയ്യാറായിരിക്കണം. അല്ലെ, യഹോവയുടെ ആത്മാവ് ഒരു ദീപം എന്നല്ലേ പറയുന്നത് സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അല്ലെ, യഹോവയുടെ ആത്മാവ് ഒരു ദീപം നമ്മുടെ ഉള്ളത്തില് ഈ ക്രിസ്തുവേശു എന്ന ദീപത്തെ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ശോധന ചെയ്യുന്നു. ആമേൻ. അത് മറ്റൊരു വചനം. അപ്പോൾ ക്രിസ്തുവേശുവാകുന്ന ദീപം നമ്മുടെ ഉള്ളത്തിൽ കത്തിച്ചു വെച്ചിരിക്കുക. സമാഗമന കൂടാരത്തില് ദീപം കത്തിച്ചു വെക്കുമ്പോൾ അതിനൊരു പ്രത്യേകത, അത് മുന്നോട്ട് കത്തിക്കൊണ്ടിരിക്കണമെന്നാ പറയണത്. കരിന്തിരി കത്താൻ പാടില്ല. സമയാസമയങ്ങളിൽ കത്രികയെടുത്ത് അത് കട്ട് ചെയ്ത് അതിന്റെ ആ കരിന്തിരി കത്താതിരിക്കുവാൻ തക്കവിധം എണ്ണ പകർന്നുകൊണ്ടിരുന്ന് മുന്നോട്ട് ആലയത്തിന്റെ ആ തിരുനിവാസത്തിലേക്ക് മുന്നോട്ട് നോക്കിക്കൊണ്ട് എങ്ങനെയായിരിക്കണം? ദീപം കത്തിക്കൊണ്ടിരിക്കണം. അതാണ് ന്യായപ്രമാണത്തില് സമാഗമന കൂടാരത്തിൽ വിളക്കുകളെ കുറിച്ചുള്ള ദൈവിക വ്യവസ്ഥയതാ. ആ വിളക്കിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെ പണിയണം, എങ്ങനെയായിരിക്കണം, എത്ര കവരകൾ വേണം, സകലതും അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. 7 കവരകളോട് കൂടിയ വിളക്ക്. ആമേൻ. കണ്ടോ? ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഉള്ളത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, ഹല്ലേലൂയ, കത്തിച്ചു വെച്ചിരിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തി. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഈ ഭാഗം എന്ന് പറയുന്നത്, ഇന്നിനി സമാഗമന കൂടാരമല്ല, ഇനി കർത്താവിൽ നിന്ന്, പിതാവായ ദൈവത്തിൽ നിന്ന്, നിറവിൽ നിന്ന് നിറവ് പ്രാപിക്കുന്നത് സമാഗമന കൂടാരമല്ല. സമാഗമന കൂടാരം എന്ന കണക്കെ നമ്മുടെ മധ്യേ കടന്നു വന്ന, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ മധ്യേ ടാബർനാക്കളുടെ കൂടാരമടിച്ചു പാർത്തവനായ നമ്മുടെ കർത്താവായ യേശുനാഥനിൽ നിന്നാണ് നാം നിറവിൽ നിന്ന് നിറവ് പ്രാപിക്കുന്നത്.
കൃപയിൽ നിന്ന് കൃപ പ്രാപിക്കുന്നത്. അതാണ് ഇന്നത്തെ ദൈവിക വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം എഫേസ്യ ലേഖനം 1 അധ്യായം 22 വാക്യത്തിൽ നിന്ന് സർവശക്തനായ ദൈവം തന്റെ പുത്രനായ യേശുനാഥനെ സകലനാമത്തിനും മേലായ നാമമാക്കി, ഈ ഭൂമിയിലുള്ളതായിക്കോട്ടെ വരുവാനുള്ളതായിക്കോട്ടെ സകല കർത്തൃത്വത്തിനും വാഴ്ചകൾക്കും സകല അധികാരത്തിനും മേലായ നാമമാക്കി നമ്മുടെ കർത്താവായ യേശുനാഥനെ ഉയർത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കർത്താവായ യേശുനാഥൻ എങ്ങനെയാണ് ഔന്നത്യം പ്രാപിച്ചത്. അവൻ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമായിരുന്നു. അവൻ പാപത്തെയും മരണത്തെയും ജയിച്ചവനായിരുന്നു. അവൻ ലോകത്തെയും ലോകമോഹങ്ങളെയും ത്യജിച്ചവനായിരുന്നു. ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ, രാഗമോഹങ്ങൾ ഇല്ലാതിരുന്നിട്ടുകൂടിയും എനിക്കും നിങ്ങൾക്കും മാതൃകയായി തീരുവാൻ തക്കവിധം അവൻ ജഡത്തെ ക്രൂശിച്ചവനായിരുന്നു. അവന്റെ രക്തത്താൽ, അവന്റെ തിരുരക്തത്താൽ പാപമേതുമില്ലാത്ത ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുവാൻ തക്കവിധം, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ തക്കവിധം കാൽവരിയിൽ ക്രൂശ് മരണത്തിലൂടെ അവൻ എന്നെയും നിങ്ങളെയും തിരുസഭയ്ക്കെന്ന കണക്കെ അവൻ വിലയ്ക്കു വാങ്ങി. അവൻ ശത്രുവിന്റെ തലയെ തകർത്തു. പാതാളത്തെയും മരണത്തെയും അവൻ ജയിച്ചു. നമുക്ക് വിരോധമായി എഴുതിയിരുന്ന ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിന്മേൽ അവൻ ജയോത്സവം കൊണ്ടാടി. ഇതെല്ലാം പ്രാപിച്ചത് എങ്ങനെയാണെന്നാണ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയ ലേഖനം, നമുക്ക് ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2 അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2ന്റെ 8ഉം 9ഉം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. എല്ലാ നാവും. അതാണ് ദൈവിക വ്യവസ്ഥ തന്നെ ദൈവം മാറ്റി. പരിശുദ്ധമായ വ്യവസ്ഥ തന്നെ ദൈവം മാറ്റി എഴുതി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവൻ ക്രൂശ് മരണത്തോളം, ഹല്ലേലൂയ, തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം. അല്ലേ? നമുക്കറിയാം ഇത് അപ്പോസ്തലൻ എഴുതണമെങ്കിൽ ഇത് ഏത് പ്രവചനത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ്? യെശയ്യാ പ്രവചനം 53 അധ്യായത്തില് അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടെന്ന കണക്കെ രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ, അല്ലെ, മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാടെന്ന കണക്കെ ഞാൻ ഇരുന്നു എന്നാണ്. വായ് തുറക്കാതെ ഇരുന്നു. ഹല്ലേലൂയ. സകല പ്രവചനവും, ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള സകല പ്രവചനവും പൂർത്തീകരിച്ചിട്ടാണ് കർത്താവായ യേശുനാഥൻ ഇവിടെ നിന്ന് കടന്നുപോയത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്, എന്തുകൊണ്ട് ദൈവം അവനെ സകല നാമത്തിനും മേലായ നാമമായിട്ട് ഉയർത്തി? അവൻ സകലത്തിനും ദൈവത്തിനോട് പരിപൂർണ വിധേയത്വവും അനുസരണവും ഉള്ളവനായി തീർന്നു. അതുകൊണ്ടാണ് ദൈവം അവനെ സകല നാമത്തിനും മേലായ നാമമായിട്ട് ഉയർത്തി. അതുമാത്രമല്ല, രക്ഷയുടെ വ്യവസ്ഥ തന്നെ മാറ്റി. ഇന്നലെ വരെ ഇസ്രയേൽ പൗരത്വമായിരുന്നിരിക്കാം, അബ്രഹാമിക് കവനന്റ് ആയിരുന്നിരിക്കാം ദൈവജനത്തെ ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ജനത്തെ ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാർ, അല്ലെങ്കിൽ അബ്രഹാമിൽ നിന്ന് പ്രാപിച്ച വാഗ്ദത്ത പ്രകാരം ജീവിക്കുന്നവർക്കാണ് ദൈവത്തോടടുക്കുവാനും ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുവാനും അവകാശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അവരുടെ തിരസ്കരണം,
അവരുടെ റിജക്ഷൻ നമുക്കേവർക്കും എന്തായി തീർന്നു? സ്വീകാര്യമായി തീർന്നു. നമുക്കേവർക്കും ക്രിസ്തുവേശുവിലൂടെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ ഇട നൽകി. അതാണ് ദൈവത്തിന്റെ നിസ്തുല്യമായ സ്നേഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ടാണ് തന്റെ സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. സ്വപുത്രനെ ആദരിക്കാതെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു നൽകുക മാത്രമല്ല, പഴയ നിയമത്തിന് പകരം പുതിയ നിയമമാക്കി ഇസ്രായേലിന് പകരം ദൈവസഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അല്ലെ, നമുക്കറിയാം. അതുകൊണ്ടാണ് എന്നും വായിക്കാമല്ലോ. യോഹന്നാന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ന്റെ 1-2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. ആമേൻ. ഈ മുന്തിരിവള്ളിയെ കുറിച്ച് പറയുമ്പോഴേ ഇത് കേൾക്കുന്ന യഹൂദന്മാരുടെ ഹൃദയത്തില് അപ്പോൾ തന്നെ ചെറിയൊരു ധാരണ കിട്ടും. ഇവൻ ആരെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ ഇവർക്കൊരു ചെറിയൊരു ധാരണ കിട്ടും. നമ്മള് 80-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8ഉം 9ഉം വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. 80-ാം 80 8ഉം 9ഉം. ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു, നീ അതിന്റെ തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. കണ്ടോ, ഇവിടെ യഹൂദ ജനത്തോടായിട്ട് അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായി യേശുനാഥൻ വിളിച്ചു പറയുകയാണ്, ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിവള്ളി. തിരുവചനവും പ്രവാചക പുസ്തകം, യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മുന്തിരിവള്ളിയെ കുറിച്ച്. എസെക്കിയേൽ പ്രവാചകത്തിൽ കാണുവാൻ സാധിക്കും. ഇവിടെ എല്ലാം മുന്തിരിവള്ളിയോട് ഇസ്രായേലിനെയാണ് ഉപമിച്ചിരിക്കുന്നത്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ മുന്തിരിവള്ളി, ദൈവസന്നിധിയിൽ ഫലം കായ്ച്ചു നിൽക്കുന്ന ശ്രേഷ്ഠ മുന്തിരിവള്ളി, അതിനെ ഇസ്രായേലിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത് അവരുടെ എരിവായിരുന്നു, അവരുടെ ഹൃദയത്തിന്റെ ഒരു വികാരമായിരുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ ശ്രേഷ്ഠരാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞങ്ങൾക്ക് വാഗ്ദത്തവും അവകാശവുമുണ്ട്, ഞങ്ങൾക്ക് മോശയുണ്ട്, ന്യായപ്രമാണമുണ്ട്, ദൈവിക കൽപ്പനകളുണ്ട്, യെരുശലേമിലെ ആലയമുണ്ട്, ഞങ്ങൾ മിശിഹായ്ക്കായി കാത്തിരിക്കുന്നവരാണ്, ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല, ഞങ്ങൾ വാഗ്ദത്തമുള്ളവരാണ്. ഇങ്ങനെയുള്ള ചില മാനുഷികമായ ചില അവകാശവാദങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുനാഥൻ പറയുകയാണ്, ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിവള്ളി. അപ്പോ കേൾക്കുന്നവൻ മനസ്സിലാക്കിക്കൊള്ളണം, ഇന്നലെ വരെ യഹൂദ്യ ഗോത്രം, ഇസ്രായേൽ ജനമാണ് സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് തിരുവചനം വിശേഷിപ്പിക്കുമ്പോൾ ഇവിടെ കർത്താവായ യേശുനാഥൻ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ല, ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിച്ചെടി. എന്റെ പിതാവ് തോട്ടക്കാരനാ. അപ്പൊ തോട്ടക്കാരന് ഒരു ഉദ്ദേശമുണ്ട്, മുന്തിരിവള്ളിയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഈ 80-ാം സങ്കീർത്തനത്തിലെ സങ്കീർത്തനകാരൻ നിലവിളിക്കുന്നുണ്ട്, കർത്താവേ, അല്ലെ, വഴിപോക്കരൊക്കെ ഇതിന്റെ കൊമ്പുകളൊക്കെ വലിച്ചു പറിച്ച് താഴെയിട്ട് കളയുവാൻ തക്കവിധം നീ ഇതിന്റെ വേലി പൊളിച്ചു കളഞ്ഞത് എന്തിന്? അന്യജാതി അല്ലെ, മൃഗങ്ങളും ക്ഷുദ്രജീവികളും ഒക്കെ കടന്നു വന്ന് ആമേൻ. കണ്ടോ, ഇസ്രായേലിനെ ഈ ഹല്ലേലൂയ സ്തോത്രം സങ്കീർത്തനകാരൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുക, കർത്താവേ. മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് നിലവിളിക്കുക, കർത്താവേ, നിന്റെ കുറുപ്രാവിനെ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്, ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുത് നിന്റെ കുറുപ്രാവിനെ. ഇസ്രായേലിനെ അവിടെ ഉപമിച്ചിരിക്കുന്നത് കുറുപ്രാവ്,
നമുക്ക് വേണമെങ്കിൽ പറയാം, പ്രവചനാത്മാവിൽ കർത്താവായ യേശുനാഥനെ കുറിച്ച് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നിന്റെ കുറിപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നു, പാതാളത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ സാധിച്ചില്ല, മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ സാധിച്ചില്ല. അവൻ മരണത്തെ ജയിച്ചവനായി അവൻ ഉയർത്തെഴുന്നേറ്റു. കുറുപ്രാവിനെ നശിപ്പിച്ചു കളയുവാൻ, ദ്രവത്വം കാണുവാൻ, ആ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ ദൈവം അനുവദിച്ചില്ല. ഇവിടെ സങ്കീർത്തനകാരൻ നിലവിളിക്കുകയാണ്, കർത്താവെ നീ എന്തിനു വേലി പൊളിച്ചു കളഞ്ഞു? ദുഷ്ടൻ വന്ന് നിരങ്ങുവാൻ. ഇതാണ് ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് മാത്രമല്ല, ഓരോ വിശ്വാസിയുടെ ജീവിതത്തെയും കുറിച്ച് നമ്മൾ ചിന്തിച്ചോണം. മക്കളെ, വേലിയില്ലെങ്കിൽ ദുഷ്ടൻ വരും. തിരുരക്തത്തിന്റെ കോട്ടയില്, ഉടമ്പടി രക്തത്തിന്റെ കോട്ടയിൽ ഒരു സംരക്ഷണമുണ്ട്. ഇയ്യോബിനെ വേലി കെട്ടി സംരക്ഷിച്ച ഒരു ദൈവമുണ്ട്. നമുക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലെ ഉടമ്പടിയിലുള്ള ഒരു സംരക്ഷണമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകരുത്. അത് ശത്രുവിന് ഒരു അവസരമാണ്. നമ്മുടെ ജീവിതം വേലിയെ പൊളിച്ചു കളയുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രത്യാശ സകലതും നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ നിത്യത കൈമോശം വന്നു പോകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനകാരൻ ഇസ്രായേലിനെ കുറിച്ച് നിലവിളിച്ചെങ്കിൽ, ഇന്ന് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ചും തലമുറകളെക്കുറിച്ചും സഭകളെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും ഒക്കെ വിലപിക്കുവാൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ കർത്താവായി നമുക്ക് വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. 15-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയ. ഇതിന്റെ പൂർത്തീകരണമാണ് സഭയായിട്ട് നാം കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം എടുത്തത്. പിതാവ് തോട്ടക്കാരനാണ്. ഈ തോട്ടക്കാരൻ ഒരിക്കലും മുന്തിരിച്ചെടിയെ നശിപ്പിച്ചു കളയത്തില്ല. തക്ക സമയത്ത് വളമിട്ട് അതിന്റെ ചുവടുകളെ കിളച്ചു കൊടുത്ത് ധാരാളമായി വെള്ളത്തെ പകർന്നു നൽകി എല്ലാ വർഷവും വിളവെടുക്കുവാൻ തക്കവിധം, ഫലം കായ്ക്കുവാൻ തക്കവിധം മുന്തിരിവള്ളിയെ പ്രാപ്തനാക്കുന്നുണ്ട്. ദൈവസഭയെ ഇന്നും നമ്മുടെ കർത്താവായ യേശുനാഥൻ പരിശുദ്ധാത്മാവിനാൽ എന്നും പോഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന, അവന്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മുന്തിരിവള്ളിയെ എങ്ങനെ തോട്ടക്കാരനായ പിതാവ് സംരക്ഷിക്കുന്നുവോ എന്ന കണക്കെ കർത്താവായ യേശുനാഥൻ സഭയുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്തിനാലും സഭയ്ക്ക് വേണ്ടുന്നതെല്ലാം പകർന്നു നൽകുന്നുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും ദൈവസഭയോട് ചേർന്നാണോ നിൽക്കുന്നത്? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്നാണോ നിൽക്കുന്നത്? ഫലം കായ്ക്കുവാൻ തക്കവിധം അവനിൽ നിന്ന് പോഷണം പ്രാപിച്ചുകൊണ്ടാണോ ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും ശോധന ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ശോധന ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ വർഷാവർഷങ്ങളിൽ ഫലം കായ്ക്കുന്നുണ്ടോ? സമയാസമയങ്ങളിൽ ഞാൻ ഫലം കായ്ക്കുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ. നമുക്ക് ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. ദൈവസഭയുടെ പ്രവൃത്തികളെ കുറിച്ചുകൂടെ പറയാണ്. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടത് അവൻ ചെത്തിവെടിപ്പാക്കുന്നു. അപ്പോൾ ഈ ഫലം കായ്ച്ചു തുടങ്ങി എന്ന് കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കറിയാം വിശ്വാസികളുടെ ജീവിതത്തില് ചെറിയ ചെറിയ ശോധനകള്, പ്രയാസങ്ങള്, അല്ലെ? ഹല്ലേലൂയ. വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുവാൻ തക്കവിധമുള്ള, അപ്പോസ്തലൻ പറയുന്നത് പോലെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധനയിൽ അല്ലെ നിങ്ങൾ അപൂർവമായി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ അതിശയിച്ചു പോകരുത്. നിങ്ങൾ അതിശയിച്ചു പോകരുത് കേട്ടോ. ചെത്തിവെടിപ്പാക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അധികമായി ഫലം കായ്ക്കുവാൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാൽ
കേൾപ്പാനിട വരും. ആ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിന്റെ 4-ാം അധ്യായം 1 പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു കൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകും. ഒരു അപൂർവ കാര്യം കൂടി, നമ്മൾ നനച്ചിരിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അപൂർവ കാര്യം കൂടി നമ്മുടെ ശോധനയിൽ കടന്നു വന്നുവെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്. ഹല്ലേലൂയ. അവൻ ചെത്തിവെടിപ്പാക്കുകയാണ്, അവൻ നമ്മെ ഗുണദോഷിക്കുകയാണ്, മറ്റൊന്നിനുമല്ല. ഒരു വാത്സല്യ പിതാവ് തന്റെ മക്കളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മൾ അധികമായി ഫലം കായ്ക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ചെത്തിവെടിപ്പാക്കുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഒരുക്കുന്നവനാണ്. സഹിക്കുവാൻ പറ്റാത്ത പരീക്ഷകളാൽ പരീക്ഷിക്കുന്നവനല്ല നമ്മുടെ സർവശക്തനായ ദൈവം. ആ പരീക്ഷയോടുകൂടി പോക്കുവഴിയും ഒരുക്കി തരുന്നവൻ. നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ആമേൻ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷ 10:12. ആമേൻ. പരീക്ഷയോടുകൂടി പോക്കുവഴിയും ഉണ്ടാക്കി തരുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഇതാണ് സഭയുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവത. ഇവിടെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന എന്താ? നിറവിനൊരു പർപ്പസും ഉദ്ദേശവുമുണ്ട്, അല്ലെ? ഈ യോഹന്നാന്റെ സുവിശേഷം 15 തന്നെ. ഇനി അടുത്ത വാക്യം കൂടെ വായിച്ചട്ടെ, 4-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. 3-4. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. കൊമ്പിന് എന്നിൽ വസിക്കുവിൻ, എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, എന്റെ കരുതലിൽ വസിക്കുവിൻ, എന്റെ കാന്തയായ എന്റെ സഭയിൽ വസിക്കുവിൻ. ഒരു ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കുന്നത് പോലെ വേറെ ആരും ഭാര്യയെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ കരുതുകയോ ചെയ്യത്തില്ല. അതൊരു ദൈവിക വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുനാഥൻ പറയുവാണ്, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. എന്നിൽ വസിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിൽ വസിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം, നമുക്ക് ആ സമയത്ത് കേൾക്കാമല്ലോ. ഹല്ലേലൂയ. 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ എന്നെ പ്രിയമുള്ളവരെ, ഇതാണ് ദൈവസഭയെ കുറിച്ചുള്ള മർമ്മം. അതാണ് ദൈവസഭയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അപ്പസ്തോലൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന കാര്യം. അതാണ് ക്രിസ്തുവേശുവിനെ സകല നാമത്തിനും മേലായ നാമമായിട്ട് ദൈവം ഉയർത്തുക മാത്രമല്ല, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉയർത്തുക മാത്രമല്ല, ആ ശരീരമാകുന്ന സഭയുടെ തലയാക്കി ക്രിസ്തുവിനെ വെക്കുകയും ആ ശരീരത്തെ നമുക്ക് എന്തിനോട് ഉപമിക്കാം? അല്ലെ? മുന്തിരിച്ചെടിയുടെ പ്രൈസ് ദി ലോർഡ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കും. അല്ലെ? ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു പോയി, അല്ലെ? ഈ ഒരു വചനം എത്ര സ്നേഹത്തോടു കൂടിയാണെന്ന് അറിയാവോ കർത്താവ് നമ്മളോട് പറയുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്ത് വന്നിങ്ങനെ പറയുന്നത് പോലെയാ. നിങ്ങൾക്ക് വിചാരമുണ്ടായിരിക്കാം, എന്നെ കൂടാതെ നിങ്ങൾക്ക് സകലതും ചെയ്യാൻ സാധിക്കുമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരമുണ്ടായിരിക്കാം. എന്നാൽ കർത്താവായ യേശുനാഥൻ പറയാണ്, പ്രിയമുള്ളവരെ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും
മതിയായവൻ. അതാണ് പ്രിയമുള്ളവർ, അതാണ് ദൈവസഭയിലെ ഓരോ വിശ്വാസിയെയും ചേർത്ത് വെക്കുന്നതിൻ്റെ പർപ്പസ്. അതാ ദൈവസഭ ക്രിസ്തുവേശുവിൻ്റെ ശരീരമാണ്. ആ ക്രിസ്തുവേശുവിൻ്റെ ശരീരത്തെ നന്നായി പരിപാലിക്കുന്നവനാണ് ക്രിസ്തുവേശു. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെയും ദൈവവചനത്തെയും നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവസഭയിലെ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളെ നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവസഭയിലെ ഇടയന്മാര്, പ്രവാചകന്മാര്, അപ്പസ്തോലന്മാര്, ഇടയന്മാര്, പ്രവാചകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാര്, സുവിശേഷകന്മാര്, ഇങ്ങനെയുള്ള ഇത്യാദി ഓഫീസുകളൊക്കെ നൽകിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നാം ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ നിറവും ആ പ്രായത്തിന്റെ അളവും പക്വതയും പ്രാപിക്കുവാനാണ്. അതാണ് സഭയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവസഭയിലെ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നതിന്റെ പർപ്പസ് അതാ, തിരുശരീരമാകുന്ന സഭയിൽ അതിന്മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ നിറവുണ്ട്. ഞാൻ മുന്നമേ പറഞ്ഞല്ലോ, സമാഗമന കൂടാരത്തിൽ പഴയ കാലത്തിൽ ഇസ്രായേൽ മക്കളുടെ സമയത്ത് സമാപന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്താണ് ആ ഷെക്കേന ഗ്ലോറി, ആ ദൈവത്തിന്റെ ഫുൾനെസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. നമുക്കപ്പോഴും സ്ഥലം പ്രാകാരത്തിലാണ്. നമ്മളിങ്ങനെ കാണുന്ന പോലുമില്ല. നമ്മൾ അവിടെ അന്ന് ആരാധിക്കുന്നവര് ദൂരെ നിന്നുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് എത്തി നോക്കുവാനോ കാണുവാനോ ഒന്നും സാധിക്കത്തില്ല. ഒന്ന് കണ്ടു എന്ന് ഹൃദയത്തെ ചിന്തിച്ച് കടന്നു പോകുവാനേ അവർക്ക് സാധിക്കുള്ളായിരുന്നു. അതുകൊണ്ടാണ് സമാഗമന കൂടാരം ഇസ്രായേൽ മക്കള് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള, അല്ലെങ്കിൽ ദൈവവുമായിട്ട് കണ്ടുമുട്ടുവാനുള്ള ഒരു വേദിയാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സമാഗമന കൂടാരത്തിനും ഒരു വാതിലുണ്ട്. ഈ വാതിലിലൂടെയാണ് ഇവർ അകത്ത് പ്രവേശിക്കുന്നത്. ഇന്ന് വാതിൽ ആരാണ്? ഇന്ന് ഇന്ന് വഴിയും സത്യവും ജീവനും വാതിലുമായ നമ്മുടെ കർത്താവായ യേശുനാഥന്. ഈ കർത്താവായ യേശുനാഥനാകുന്ന വാതിലിലൂടെ നമുക്ക് പ്രാകാരത്തിലേക്ക് കടന്നു ചെല്ലാൻ, അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ ഇന്ന് പ്രാഗൽഭ്യമുണ്ട്. സമാഗമന കൂടാരം ദൈവവുമായിട്ട് കണ്ടുമുട്ടുവാനുള്ള വേദിയായെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തെ കണ്ടുമുട്ടുന്ന വേദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാതിൽ എന്ന് പറയുന്നത് ക്രിസ്തുവ. സമാഗമന കൂടാരം എന്ന് പറയുന്നത് അവന്റെ ശരീരമാകുന്ന സഭയ. അവിടെയാണ് നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത്. പരിശുദ്ധാത്മാവിലും ക്രിസ്തുവേശുവിലും ഞാനും നിങ്ങളും കൂട്ടായ്മ ആചരിക്കുന്നത് അവിടെയാണ്. അപ്പൊ നമുക്കൊരു ബോധ്യവും ഉറപ്പും ഉണ്ടാകണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം പറയുന്നത് പോലെ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശുനാഥൻ മുന്നമേ ഇസ്രായേൽ മക്കളോട് പറയുന്നു, ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിച്ചെടി. ഈ മുന്തിരിച്ചെടിയുടെ ഇന്നത്തെ പേര് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഇനി ഇസ്രായേൽ മക്കളാണെങ്കിൽ പോലും കുത്തിയവങ്കിലേക്ക് അവർ നോക്കുന്നില്ല എങ്കിൽ അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയാത്തിടത്തോളം കാലം അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്കും രക്ഷ അന്യമാ. ഈ ക്രിസ്തുവേശുവാകുന്ന മുന്തിരിച്ചെടിയിലേക്ക് അവർ കടന്നു വന്നേ മതിയാകൂ. അവർ പറഞ്ഞേ പറ്റുള്ളൂ, കർത്താവേ എന്നെ ഒരു ശാഖ എന്ന കണക്ക് എന്നെ സ്വീകരിക്കുമാറാകണമേ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ ആ നിറവിങ്കിലേക്കാണ്. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ അപ്പോസ്തലൻ എന്തുകൊണ്ട് നമുക്കിത് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും നിറവായിരിക്കുന്ന കൃപയുടെയും സത്യത്തിൻ്റെയും നിറവായിരിക്കുന്ന ക്രിസ്തുവേശുവിലാണ് ഞാനും നിങ്ങളും പ്ലാന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ
വൃക്ഷം പോലെ ഇരിക്കും. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അറിയാലോ, ഒരു നദി ഒഴുകുന്നതും ആ നദിയുടെ അക്കരയും ഇക്കരയും ഒക്കെ ഹല്ലേലൂയ അല്ലെ വൃക്ഷങ്ങളുള്ളതും ആ വൃക്ഷത്തിന്റെ ഇലകൾ സൗഖ്യത്തിന് ഉതകുന്നതും ഒക്കെ വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സുവാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു. ആമേൻ. കണ്ടോ? അപ്പോൾ ഈ ഇന്ന് അത് പൊരുളാണെങ്കിൽ ഇന്ന് സഭ വേണമെങ്കിൽ നമുക്ക് സഭയിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ നദിയുണ്ട് പ്രിയമുള്ളവരെ. ആ നദിയുടെ അരികിലാണ് ഞാനും നിങ്ങളുമൊക്കെ നട്ടിരിക്കുന്നത്, പ്ലാന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ നദിയിൽ നിന്ന് ഒരിക്കലും വറ്റിപ്പോകാത്ത ഉറവാണത്. അത് ജീവ ഉറവ, അത് സമൃദ്ധിയുടെ ഉറവാണ്. അതാണ് ഇവിടെ നിറവിനെ കുറിച്ച് പറയുന്നത്. കൊളോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ സകല സമ്പൂർണതയും ക്രിസ്തുവേശുവിൽ ദേഹരൂപമായി വസിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നില്ലയോ? ദൈവത്തിന്റെ കൊളോസ്യ ലേഖനത്തില്. അപ്പൊ ദൈവത്തിന്റെ ദേഹരൂപമായി വസിക്കുന്നത്. അപ്പൊ ഈ ആമേൻ 2:9 പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ഈ നദി നമ്മളെ ഇന്നും തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവജല നദി, ആരെല്ലാം ഈ ജീവജല നദിയിൽ നിന്ന് ദിനംതോറും പാനം ചെയ്യുന്നുവോ, ദിനംതോറും ആ ജീവജല നദിയിൽ നിന്ന് കുടിക്കുന്നുവോ, അവരെല്ലാം പഥ്യമായി തീരും. പഥ്യമാകുന്നതിൻ്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരും. അങ്ങനെ ഒരു അനുഭവമാണ് ദൈവസഭയിലൂടെ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. നമുക്ക് എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിലും വായിക്കാം അല്ലെ, ആലയത്തിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു നദി അല്ലെ. ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്നും വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നദി ഒഴുകുന്നതെല്ലാം നമ്മൾ അനേക തവണ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പ്രാപിച്ചവരാണ്. ആ സഭയിലൂടെ ക്രിസ്തുവേശുവിൻ്റെ നിറവായിരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിറവായിരിക്കുന്ന ദൈവസഭയിൽ നമ്മ എല്ലാവരെയും സർവശക്തനായ ദൈവം ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം ഒരിക്കൽ കൂടി നമുക്കൊന്ന് വായിച്ച് ഈ അധ്യായം നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. കണ്ടോ, അവന്റെ ശരീരം, അതാണ് ദൈവത്തിന്റെ. ഇത് നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ എല്ലാവരോടും നമ്മൾ എൻകറേജ് ചെയ്യുവാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇത് ദൈവത്തിന്റെ ജ്ഞാനവും മർമ്മവുമാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്കാണ് ഒന്നുമല്ലാതിരുന്ന, വലിച്ചെറിയപ്പെട്ട, ഏതുമല്ലാത്ത എന്നെ നിങ്ങളെയും ചേർത്ത് വെച്ചത്. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയും, ആ കൃപാ മഹത്വം, ആ കൃപാധനം, അതുകൊണ്ട് അത് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാ ഈ മഹാകരുണ നിമിത്തം, മഹാസ്നേഹം നിമിത്തം. 2-ാം അധ്യായത്തില് 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കില്ലേ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. എനിക്ക് തോന്നുന്നു അപ്പസ്തോലന് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്രീക്ക് ട്രാൻസ്ലേഷനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിൻ്റെ ആഴം കുറച്ചും കൂടെ അധികമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പസ്തോലന് ചിലപ്പോൾ വാക്കുകളൊന്നും കിട്ടുന്നില്ലായിരിക്കാം. ആ ഉള്ളത്തിൽ നിറഞ്ഞു തുളുമ്പുന്നത്, ഓ ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. ആ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് അപ്പസ്തോലൻ വിളിച്ചു പറയുന്നത്. ഓ, ദൈവത്തിന്റെ ആ സ്നേഹം, ആഴമേറിയ സ്നേഹം, ആ മഹാസ്നേഹം
ഈ ദൈവിക ജ്ഞാനം, ആ ക്രിസ്തുവേശുവാകുന്ന ജ്ഞാനത്തിലേക്ക് എന്നെയും ചേർത്ത് വെച്ചുവല്ലോ. ഇതായിരിക്കണം നമ്മുടെയും ഉള്ളിൽ ഭരിക്കേണ്ടുന്ന ചിന്ത. എങ്കിൽ മാത്രമേ നമുക്കും ഇതിനു വേണ്ടി വില കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിത് എല്ലാവരും ക്രിസ്ത്യാനികളാ, ഞാനും ക്രിസ്ത്യാനിയാ, എല്ലാവരും വിശ്വാസിയാ, ഞാനും വിശ്വാസിയാ, എല്ലാവരും ബന്ധക്കോസ്തുകാരാ, ഞാനും ബന്ധക്കോസ്തു, അങ്ങനെ ഒരു സാധാരണ രീതിയിൽ നമ്മുടെ ജീവിതം കടന്നുപോയാൽ നമുക്ക് പലപ്പോഴും അതിൻ്റെ ആഴത്തെയും ക്രിസ്തീയ ജീവിതത്തിന്റെ ഗൗരവത്തെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. നമ്മൾ പലപ്പോഴും നമ്മുടേതായ വഴികളിൽ നടക്കും. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് തിരുവചനം മെരുക്കമില്ലാത്ത ആടുകളെ പോലെയും കാളക്കുട്ടന്മാരെ പോലെയൊക്കെ വിശേഷിപ്പിച്ചതുപോലെ തിരുവചനം ദൈവം നമ്മളെയും വിശേഷിപ്പിക്കും. മെരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ, ആടുകളെ പോലെ എന്നൊക്കെ വിശേഷിപ്പിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലും ഈ ആഴം ധാരാളമായിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഈ എഫേസ്യ ലേഖനത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നുള്ളൂ, 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, വിളിയാനുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇത് തന്നെയാണ് നമ്മുടെ ആശ. ഇതാണ്, ഈ ക്രിസ്തുവാണ് നമ്മുടെ ആശ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തു. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണം. പ്രിയമുള്ളവരെ, അതിനുവേണ്ടിയാ കേട്ടോ നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ 5:5 വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പകരപ്പെട്ടിരിക്കുന്നു. ഈ ദൈവത്തിന്റെ സ്നേഹം പകരപ്പെടുന്ന എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരെ നമ്മളിങ്ങനെ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നതിനും വേണ്ടിയാ. ദൈവത്തെയും അവന്റെ പ്രമാണങ്ങളെയും അവന്റെ ചട്ടങ്ങളെയും അവന്റെ ഇഷ്ടങ്ങളെയും കൂടെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനുമാണ് ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളത്തിൽ പകർന്നു നൽകിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവസ്നേഹം 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 എന്ന് പറയുമ്പോൾ പലപ്പോഴും ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ അങ്ങ് ഒതുങ്ങിപ്പോവുക. അങ്ങനെയല്ല. ദൈവത്തെയും ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ക്രൂശിനെയും അവന്റെ ഉപദേശത്തെയും പ്രമാണത്തെയും സ്നേഹിക്കുവാനും അവനു വേണ്ടി ജീവിക്കുവാനുമുള്ള ഒരു ധൈര്യം നമുക്ക് തരുന്നത് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യുകയാണ്, ഈ വചനം നമ്മളെല്ലാവരും ഈ വചനം നമ്മൾ ധ്യാനിച്ച് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വചനം നമ്മളിൽ ക്രിയ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സൗഖ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, കർത്താവേ നീ വചനം അയച്ച് നീ സൗഖ്യമാക്കണമേ. നമ്മൾ 107-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടത്, കർത്താവേ നിന്റെ വചനം ഞങ്ങളിൽ ക്രിയ ചെയ്യണമേ. അല്ലേ, നമ്മളൊരു ഡെലിവറൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആത്മീയമായ സൗഖ്യ ഡിവൈൻ ഹീലിംഗിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കർത്താവേ നിന്റെ വചനം ഞങ്ങളുടെ മേൽ ക്രിയ ചെയ്യുമാറാകണമേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യങ്ങളൊക്കെ നമ്മൾ പറയണം, കർത്താവേ ഈ വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുമാറാകണം, ഈ വചനത്താൽ എന്നെ പണിയുമാറാകണം, നിന്നെ സ്നേഹിക്കുവാനും നിന്റെ ക്രൂശിനെ അനുഗമിക്കുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനും എന്നെ പ്രാപ്തനാക്കണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു അധ്യായം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉറച്ച ബോധ്യവും ധൈര്യവും ഉണ്ടായിരിക്കണം. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. എന്തെന്നാൽ പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളണം. വിശ്വാസത്തിന്റെ സ്വീകാര്യം, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളണം. അതിന് ഭംഗം വരുന്നില്ല. അവൻ നിശ്ചയമായിട്ടും കടന്നു വരും. അവൻ ദൈവസഭയെ കൂട്ടിക്കൊണ്ടുപോകും. ദൈവസഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ദിവസങ്ങളിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, എസ്തേർ അഹേശ്വരസ് രാജാവിന്റെ മുമ്പിൽ കടന്നു ചെല്ലുവാൻ, ഹല്ലേലൂയ,
ആ ഷണ്ടനെ ആ ആ, വിചാരകൻ അല്ലെ ഷണ്ടനെ കൊണ്ട് ഒരുക്കുന്നത് പോലെ ദൈവസഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ആത്മമണാളന്റെ മുമ്പിൽ ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ. അതെ, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട്. ശുദ്ധീകരണം പ്രാപിക്കാതെ ആർക്കും പിതാവിനെ കാണുവാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇത് കഴിഞ്ഞ് വെച്ച് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റിവ്യൂ ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് ഇന്ന് തന്നെ നമുക്ക് പ്രവേശിക്കാം. രണ്ടാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആമേൻ. രണ്ടും കൂടെ വായിച്ചോളൂ. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. കണ്ടോ, അതിക്രമങ്ങളാലും ആദ്യം 1-ാം അധ്യായത്തില് നമ്മൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കേട്ടു, വീണ്ടെടുപ്പിനെ കുറിച്ച് കേട്ടു, ദത്തെടുപ്പിനെ കുറിച്ച് കേട്ടു, കൃപാമഹത്വത്തെ കുറിച്ച് കേട്ടു. ഇങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ആത്മീക നന്മകള്, സ്വർഗത്തിലെ സകല ആത്മീക നന്മകളാൽ ഇതെല്ലാം നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഇനി അടുത്തത് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവൻ. അല്ലെ, നമ്മള് പത്രോസ് അപ്പോസ്തലൻ ലേഖനം പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് മുന്നമേ ആരായിരുന്നുവെന്ന് 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കൃപയിലേക്ക്, ദൈവത്തിന്റെ മഹാകരുണയിലേക്ക്, മഹാസ്നേഹത്തിലേക്ക് നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ പ്രാർത്ഥനയോ ഉപവാസമോ യാതൊന്നുമല്ല. കർത്താവായ യേശുനാഥൻ തന്നെ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു. ദൈവ കർത്താവായ യേശുനാഥന്റെ സ്നേഹമാണ് എന്നെ തേടി വന്നത്. ആ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോസ്തലൻ അതൊന്ന് ഉറപ്പിച്ചു തരികയാണ്. ക്രിസ്തുവേശുവിന്റെ മഹാസ്നേഹമാണ് പ്രിയമുള്ളവരെ ഈ കൃപയിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു വന്നത്. മകനെ മകളെ കേട്ടോ, ഒരിക്കൽ നീ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്നു. ക്രിസ്തുവേശുവിന്റെ ജീവനാൽ അവൻ നിനക്ക് ജീവനെ നൽകി, അവൻ ഉയർപ്പിച്ചു. നിനക്ക് പുകഴുവാനൊന്നുമില്ല കേട്ടോ, പ്രശംസിക്കുവാനൊന്നുമില്ല കേട്ടോ. ക്രിസ്തുവേശുവിന്റെ ആഴമേറിയ സ്നേഹമാണ് ആ കൃപയുടെ വാതിൽ നിനക്ക് വേണ്ടി അവൻ തുറന്നു നൽകിയത്. അയ്യോ, നിന്റെ യോഗ്യതയോ നിന്റെ മിടുക്കോ പ്രാപ്തിയോ യാതൊന്നുമല്ല കേട്ടോ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കുവാൻ. ഒരു ജഡവും. മർത്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? പ്രബലനാകുന്നില്ല. എങ്ങനെ? സങ്കീർത്തനം വിളിച്ചു പറയുന്നു, കർത്താവേ, മർത്യൻ ഹല്ലേലൂയ അല്ലെ പ്രബലനാകരുതേ. മർത്യനല്ല പ്രബലനാകേണ്ടത്, ദൈവമാണ് പ്രബലനാകേണ്ടത്. അതിനാണ് അവനെ സർവത്തിനും സർവവുമായി അവനെ നിറച്ചുകൊണ്ട് അവനെ തലയാക്കി ദൈവസഭയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. മനുഷ്യൻ പ്രബലനാകാതിരിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അല്ലെ, മരണം, നമ്മൾ ആത്മമരണം പ്രാപിച്ചവരായിരുന്നു. ദൈവവുമായിട്ട് നമുക്ക് യാതൊരു സംബന്ധവുമില്ലായിരുന്നു. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ തന്നെ പറയുന്നു, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയി മനം തഴമ്പിച്ചവരായിരുന്നു.
ദൈവിക ജീവനിൽ നിന്ന് അകന്നുപോയി, മനം തഴമ്പിച്ചുപോയി. മനസ്സ് തഴമ്പിച്ചു പോയാൽ വലിയ പാടാ. പിന്നെ ദൈവിക ബോധമൊക്കെ നഷ്ടപ്പെടും. ഇനി ഉണ്ടെങ്കിൽ തന്നെ യാന്ത്രികമായിരിക്കും. രാവിലെ പോകും അല്ലെ, രാവിലെ പോകും, വചനം എടുക്കും, വായിക്കും, പിന്നെ വേള ചിലപ്പോൾ ചർച്ചിൽ പോകും, വരും, എല്ലാം യാന്ത്രികമാ. ജീവൻ കാണത്തില്ല. ദൈവിക ജീവനിലായിരിക്കണം നാം സകലതും ചെയ്യേണ്ടത്. നമ്മൾ ജീവനുള്ള ദേഹിയായി തീർന്നവരാ ക്രിസ്തു യേശുവിനാൽ. അല്ലെ, നമ്മൾ ഇസ്രായേൽ മക്കളുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ മതി. അബ്രഹാം, യാക്കോബ് 70 പേരുമായിട്ട് ഇസ്രായേലിലേക്ക് കടന്നുപോയി. വർഷങ്ങൾ, 400 വർഷത്തെ പ്രവാസം, അത് ദൈവം കൽപ്പിച്ചു വെച്ചിരുന്നതാ. ആ പ്രവാസം 430 വർഷത്തോളമുള്ള പ്രവാസം എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയി മനം തഴമ്പിച്ചവരായി തീർന്നു. എന്തോ അതിന്റെ പ്രത്യേകത? ദൈവമാരെന്നറിയത്തില്ല, ഒരു ബന്ധവും ആകപ്പാടെ അറിയാവുന്നത് ഇറച്ചിക്കലങ്ങള്, ചുറ്റുള്ളി, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളാ. യാതൊന്നും അറിയത്തില്ല, ബാക്കിയുള്ള യാതൊരു കാര്യവും അറിയത്തില്ല. അതുകൊണ്ട് അവർ മരുഭൂമിയിൽ വന്നപ്പോൾ നിലവിളിച്ചത് എന്തുവാ? അയ്യോ, ഞങ്ങൾ വിട്ടേച്ചു പോകുന്നത്, അയ്യോ, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ മുമ്പിൽ ഇരുന്നത്, ചുറ്റുള്ളി അല്ലെ, അങ്ങനെയുള്ള സംഭവങ്ങള് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ടത്. അവർ മുറുമുറുത്തത് അവർക്ക് ആകപ്പാടെ അറിയാം. എന്ന് വെച്ചാൽ അവർ രാവിലെ എഴുന്നേക്കും, രാവിലെ എഴുന്നേറ്റ് അവർ ആദ്യം പോണേ കിട്ടാ ഇഷ്ടികക്കളത്തിലേക്കാ പോണത്. ഒരു ദൈവമുണ്ടെന്നും ഒരു നിലവിളി കേൾക്കുന്ന ദൈവമുണ്ടെന്നും ഒന്നും അവർക്ക് അങ്ങനെയുള്ള യാതൊരു പരിജ്ഞാനവുമില്ല. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത അബ്രഹാമിനോടും യാക്കോബിനോടും, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ആ ദൈവത്തിന്റെ നിയമത്തെ ഓർക്കുവാൻ തക്കവിധം ദൈവത്തിന് അവരോട് മനസ്സലിവ് തോന്നി. ആ നിയമത്തെ അവൻ ഓർത്തു. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ കടന്നു ചെന്നു. പക്ഷെ ഈ ഏകദേശം ജോസഫിന് ശേഷം, ഞാൻ വിശ്വസിക്കുന്നു ജോസഫിന് ശേഷമുള്ള കാലഘട്ടം ഇരുണ്ട കാലഘട്ടമായിരുന്നു. ദൈവത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധവും ഇല്ലായിരുന്നിരിക്കണം. അതുകൊണ്ടല്ലേ 40 വർഷക്കാലം മരുഭൂമിയിൽ നടന്നിട്ടും ദൈവത്തിന്റെ ഹിതത്തെ അവർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയിരിക്കരുത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ പാപം മൂലം, റോമാലേഖനം നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മൾ ദൈവ തേജസ് നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു. നമ്മുടെ ആത്മാവ് അല്ലെ, നമുക്കറിയാലോ, നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ്, ദേഹം, ആത്മാവ് എന്തായിരുന്നു? മരിച്ചു കിടക്കുകയായിരുന്നു. അതിനെയാണ് ക്രിസ്തുവേശുവിലൂടെ ജീവൻ പ്രാപിച്ചത്. ഇനി ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്തോണം? ഈ ആത്മാവിനെ നമ്മൾ പോഷിപ്പിച്ചു കൊള്ളണം. എങ്കിൽ മാത്രമേ ദേഹിക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. ദേഹി പലപ്പോഴും ജഡത്തെ ഇഷ്ടപ്പെടുന്നതാ. ദേഹിയുടെ മേൽ നാം ജയം പ്രാപിക്കണമെങ്കിൽ ആത്മാവിനെ ദൈവവചനത്താലും അനുസരണത്താലും നമ്മൾ ആത്മാവിനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. ആത്മാവിന് ദേഹിയുടെ മേൽ നിയന്ത്രണം, പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ തക്കവിധം നമ്മൾ ബലപ്പെട്ടു വരണം. ആത്മാവിൽ നാം ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമുക്ക് 2-3 വാക്യങ്ങളൊന്ന് അതിനോടനുബന്ധിച്ചൊന്ന് വായിക്കാം. നമുക്ക് ഏവർക്കും അറിയാവുന്ന വേദഭാഗങ്ങളൊക്കെ തന്നെയാണ്. റോമാലേഖനം 3:23 ഞാനിപ്പോ പറഞ്ഞു, എന്നാൽ അതൊന്ന് വായിച്ചേക്കാം. 3:23 മുമ്പ് ഞാൻ എപ്പോഴും വായിപ്പിക്കുന്ന ചില വാക്യങ്ങൾ, അതും കൂടെ ഒന്ന് വായിച്ചേക്കാം. 2:4, റോമാലേഖനം 2:4. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ഒന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവിധം അനുതാപത്തെ ഉളവാക്കുന്നു.
അപ്പം അതുകൊണ്ടാണ് സ്നാപയോഹന്നാനെ വഴിയൊരുക്കുവാനായിട്ട് സർവശക്തനായ ദൈവം ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി ഭൂമിയിലേക്ക് അയച്ചത്. എന്തിനു വേണ്ടിയാണ്? കർത്താവിന് വഴിയൊരുക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അനുതാപത്തിൻ്റെ ദൈവഹിതപ്രകാരമുള്ള അനുതാപം ഉണ്ടാകുവാനായിട്ട് നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ പകർന്നു നൽകി. ഇനി പാപം മൂലം എന്ത് സംഭവിച്ചു? 3:23 വായിച്ചാട്ടെ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിന്റെ തേജസ് വഹിക്കുന്ന പാത്രങ്ങളായിരുന്നു നാം ഓരോരുത്തരും. പാപം കടന്നു വന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് മാത്രമല്ല, ദൈവത്തിന്റെ സകല സൃഷ്ടികളിലേക്കുമാണ് കടന്നു വന്നത്. എന്തെന്ന് വെച്ചാല് ആദമായിരുന്നു ദൈവം സകലത്തെയും സൃഷ്ടിച്ചിട്ട് അതിന്മേൽ വാഴുവാൻ ആദത്തെ ദൈവം നിയമിച്ചു. അതിന്മേൽ സകലത്തിന്മേലും വാഴുവാൻ അവന് അധികാരം ആദത്തിന്റെ മേൽ നൽകി. പക്ഷെ പാപം ആദത്തെ എന്ത് ചെയ്തു? കറപ്റ്റഡ് ആക്കി, മലിനമാക്കി കളഞ്ഞു. അതുമൂലം സർവ സൃഷ്ടിയും പാപഗ്രസ്തവും ശാപഗ്രസ്തവുമായി തീർന്നു. അതുകൊണ്ടാണ് ഏകന്റെ ലംഘനം മൂലം പാപം സകലരിലും പരന്നു. സകലരിലും. നമുക്കറിയാം, ഒരു കറപ്റ്റഡ് ഒരു കേടായ വിത്തിൽ നിന്ന് നമ്മൾ ഒരു ചെടി മുളപ്പിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അത് കേടായ ചെടിയെ അതിനകത്തൊരു ആരോഗ്യമുള്ള തയ്യെ ഉണ്ടാക്കുവാൻ ഒരു കേടായ ചെടിക്ക് സാധിക്കുകയില്ല. അതിന്റെ വിത്ത് കറപ്റ്റഡായതാ, ദോഷം വന്ന വിത്ത. നമ്മളിലെല്ലാം വസിച്ചിരുന്ന വിത്ത് പാപം മൂലം മാലിന്യപ്പെട്ടുപോയ ആദത്തിന്റെ വിത്തായിരുന്നു. അത് നശിച്ചു പോകുന്ന വിത്തായിരുന്നു. ആ വിത്തിൽ നിന്നുണ്ടായതെല്ലാം നാശയോഗ്യമാ. എന്നാൽ കൃപയാൽ ദൈവവചനത്താൽ കെടാത്തതും നശിച്ചു പോകാത്തതുമായ ദൈവവചനത്താൽ ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചപ്പോഴുണ്ടല്ലോ, നമ്മുടെ ആ കേട് മാറി, നമ്മുടെ വിത്തിന് മാറ്റം വന്നു. ആ കേടായ വിത്ത് ദൈവവചനമാകുന്ന നല്ല വിത്ത് നമ്മുടെ ഉള്ളത്തില് ദൈവം നിക്ഷേപിച്ചു. അതുകൊണ്ടാണ് 1 യോഹന്നാനിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ വിത്ത് നിങ്ങളുടെ മേൽ ഇരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും നശിച്ചുപോയതും മരിച്ചുപോയതും നിർജീവമായി പോയതുമായ ഒരു വിത്തായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ. നിർജീവമായിരുന്നു, ജീവനില്ലായിരുന്നു, നശിച്ചു പോയതായിരുന്നു, കെട്ടുപോയതായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ആ കൃപ നാം പ്രാപിച്ചപ്പോൾ, ദൈവവചനത്താൽ വീണ്ടും ജനിക്കുവാനുള്ള ഒരു ഭാഗ്യം സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകി. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, കെടുന്ന ബീജത്തിനാലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതുമായ നിലനിൽക്കുന്നതും ജീവനുള്ളതും ജീവനെ പകരുന്നതുമായ തിരുവചനത്താൽ വീണ്ടും ജനിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു, കൃപ ലഭിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന എന്നെയും നിങ്ങളെയും അവൻ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർപ്പിച്ചു. ഇനിയും വീണ്ടും അതിക്രമങ്ങളിലും പാപങ്ങളിലും നാം അഴിഞ്ഞു പോകുവാനല്ല, മറിച്ച് ആ പ്രാപിച്ച ജീവനിൽ നിലനിൽക്കുവാൻ, ആ പ്രാപിച്ച ജീവനിൽ അധികമായി വാഴുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അല്ലെ, ക്രിസ്തുയേശു ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ
ഈ ദൈവവചനത്തിന്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയം തിരുസന്നിധിയിലായിരിക്കുവാനും തിരുവചനം ധ്യാനിക്കുവാനും സർവശക്തനായ ദൈവം കൃപ നൽകിയല്ലോ. അതിനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ സർവേശ്വര കർത്താവേ, ഇന്ന് അടിയങ്ങൾക്ക് പകൽക്കാലം ഒരുമിച്ച് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും നീ നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കാണിച്ച മഹാകൃപയ്ക്കും ദയക്കുമായി സ്തോത്രം. ദൈവമേ, കടന്നു വന്ന ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്ത ദൈവത്തിന്റെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം വായിച്ച് സഹായിച്ച ദൈവത്തിന്റെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ നിന്റെ വചനത്താൽ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപമേൽ കൃപ പകർന്നാട്ടെ, ദൈവകരം കൂടെ ഇരുന്നാട്ടെ. തുടർന്ന് ഞങ്ങളെ അധികമായിട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രയർ ലൈനിലായിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ആരെങ്കിലും ഹൃദയവേദനയോടെ ഭാരത്തോടെ വിഷയങ്ങളുടെ മേൽ നുറുങ്ങുന്ന ഹൃദയമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്രിയ പിതാവേ, നിന്റെ മഹത്വം, ദൈവമേ, വചനത്തിന്റെ മഹത്വം ദൈവിക ശക്തിയായി അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ യാചിക്കും. കൃപ തോന്നി ദൈവം കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.